സമാജ്വാദി പാർട്ടി BSP കോൺഗ്രസ് കോംബോയിൽ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞത് BSPക്കാണ്. BSPക്ക് ഉത്തർപ്രദേശിൽ 10 ലോക്സഭാ സീറ്റുകൾ കിട്ടി. 2014 ഒരു സഖ്യവും ചേരാതെ മത്സരിച്ച BSPക്ക് ഒരു ലോക്സഭാ സീറ്റ് പോലും ഇന്ത്യയിൽ നിന്നും കിട്ടിയിട്ടില്ല. ഒന്ന് ഓർക്കണം, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPക്ക് അവിടെ ഒരു സീറ്റും ഉത്തർപ്രദേശിൽ നിന്നും മാത്രമല്ല ഒരിടത്തു നിന്ന് പോലും ലഭിച്ചില്ല. എന്നാൽ 2019 ആയപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടം, ചരിത്ര നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം, 10 ലോക്സഭാ സീറ്റുകൾ നേടാൻ പറ്റി. എന്നാൽ ഇക്കുറി BSPയെ അകറ്റി നിർത്തുകയാണ്. കാരണം സമാജ്വാദി പാർട്ടി പറഞ്ഞതുപോലെ BSP ചതിയന്മാരാണ്, അല്ലെങ്കിൽ വഞ്ചകിയാണ് മായാവതി എന്നുള്ള ഒരു രീതിയിലാണ് അഖിലേഷ് യാദവ് അത് പ്രഖ്യാപിച്ചത്. കാരണം മായാവതി സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരുന്നതിനെതിരെ BJPയുമായി ചേർന്ന് കളിച്ച നാറിയ കളിയുടെ ഫലമാണ് പല സീറ്റുകളിലും സമാജ്വാദി പാർട്ടിക്ക് വളരെ കുറഞ്ഞ മാർജിനിൽ പരാജയപ്പെടേണ്ടി വരുന്നത്. കാരണം 5000-നും 1000-നും ഇടയിൽ തന്നെ ഏകദേശം 10-20ഓളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി തോറ്റത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് മായാവതിയുടെ ഈ നാടകം കാരണമാണ്, ഈ രാഷ്ട്രീയ നാടകം കാരണമാണ്. അതുമാത്രമല്ല, സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ എൻ ബ്ലോക്കായി BJPയിലേക്ക് പോയത് കാരണമാണ് സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയാത്തത്. എന്നിട്ട് പോലും 112ഓളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിഞ്ഞു. അത് സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്, അല്ലാതെ 2012 പോലുമല്ല. 2012 അവർ അധികാരത്തിൽ വന്നപ്പോൾ പോലും ഇത്രയധികം വോട്ട് ഷെയർ കിട്ടിയില്ലായിരുന്നു. കാരണം അന്ന് ചതുഷ്കോണ മത്സരം ശക്തമായിരുന്നു. ഇന്ന് 2022 ആകുമ്പോഴേക്കും അവിടെ യോഗി വേഴ്സസ് അഖിലേഷ് എന്ന രീതിയിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു. ഒരു ത്രികോണ മത്സരം പോലും ഇല്ലായിരുന്നു, നേർക്കുനേർ മത്സരമായിരുന്നു സമാജ്വാദി പാർട്ടി വേഴ്സസ് BJP. അതിൻ്റെ ഫലമായി സമാജ്വാദി പാർട്ടിക്ക് കുറേയധികം വോട്ട് അധികം കിട്ടിയെങ്കിൽ പോലും അതൊക്കെ സീറ്റുകളാക്കി വലിയ തോതിൽ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. 111 സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ പോലും സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് BJP കഴിഞ്ഞാൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് നിയമസഭയിൽ ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അഖിലേഷ് യാദവ് പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ശിവ്പാൽ യാദവും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് കുറഞ്ഞത് 30 സീറ്റുകളെങ്കിലും ലഭ്യമാകും എന്ന് തന്നെയാണ്